വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് മുന്നിലുള്ള പത്മതീർത്ഥക്കുളത്തിൽ അരങ്ങേറിയ ഒരു സംഭവമാണ്. അതിനെ ആസ്പദമാക്കി ശ്രീ മുരുകൻ കാട്ടാക്കട രചിച്ചൊരു കവിതയുണ്ട്, ഉണരാത്ത പത്മതീർത്ഥങ്ങൾ. ഈ സംഭവം എനിക്ക് തോന്നുന്നത് ഒരു 10-30 വർഷമെങ്കിലും മുമ്പ് നടന്ന ഒരു കാര്യമാണ്. അത് ഇങ്ങനെയാണ്: മനസ്സിന് സുഖമില്ലാത്തൊരു മനുഷ്യൻ ആ കുളത്തിൻ്റെ പടവുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്നു. അവിടെ വഴുക്കലുള്ളത് ഒരുപാട് പേർ ഇതിനു മുമ്പ് വീണ് മരണപ്പെട്ടിട്ടുള്ളതും ആണ് എന്നറിയാവുന്ന ഒരു സമീപവാസിയായ ഒരാൾ അദ്ദേഹത്തോട് കയറി വരാൻ ആവശ്യപ്പെടുകയും മുകളിലേക്ക് കയറി വരുന്നതിന് സഹായിക്കാൻ ഇറങ്ങി ചെല്ലുകയും ചെയ്തു. പക്ഷേ പെട്ടെന്ന് സുഖമില്ലാത്ത മനുഷ്യൻ, മനസ്സിന് സുഖമില്ലാത്ത അദ്ദേഹം ഈ സഹായിക്കാൻ ചെന്ന ആളെ വെള്ളത്തിൽ പിടിച്ചു മുക്കുകയും അദ്ദേഹം മരണപ്പെടുകയും ചെയ്യുന്ന ഒരു സംഭവം അവിടെ ഉണ്ടായി. എന്നാൽ ഇതിന്റെ കൗതുകം എന്ന് പറയുന്നത്, ഈ സംഭവത്തിന് സാക്ഷിയായി ധാരാളം ആളുകൾ ആ കുളത്തിന് ചുറ്റും, ആ ക്ഷേത്രത്തിന് ചുറ്റും ആയി സംഭവത്തിന് ദൃക്സാക്ഷികളായി ഉണ്ടായിരുന്നു. എന്നാൽ ഒരാൾ പോലും അരുത് എന്ന് പറയുകയോ അദ്ദേഹത്തെ രക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്തില്ല. ഇന്നത്തെ മനുഷ്യൻ, അതായത് 30 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ആ ഒരു സംഭവത്തെ ആസ്പദമാക്കി അദ്ദേഹം രചിച്ച ആ കവിതയിൽ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ മനുഷ്യന്റെ, അതായത് അതിവേഗം കുതിച്ചു പായുന്ന ജീവിതത്തിന്റെ വേഗത്തിനൊപ്പം എത്തിപ്പെടാൻ ശ്രമിക്കുന്ന മനുഷ്യൻ മറ്റുള്ളവന്റെ പ്രശ്നങ്ങളെയും ദുഃഖങ്ങളെയും നമ്മുടേതല്ല എന്ന് കരുതുകയും അതിനെ അവഗണിക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരു കാഴ്ചയെ സ്വയം വിമർശനാത്മകമായി തന്നെ അവതരിപ്പിക്കുന്ന ഒരു കവിതയാണ്. അതിലെ ഒരുപാട് വരികൾ നമ്മളെ ഹൃദയത്തിൽ സ്പർശിക്കുന്ന വരികളുമാണ്. അതിലൊരിടത്ത് ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നുണ്ട്: ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു നിസ്വരായി നിസ്സംഗരായി. അതായത് അദ്ദേഹം ആ കൊലപാതകത്തിന് ശേഷം കരയിലേക്ക് കയറി വരുമ്പോൾ എല്ലാവരും പിരിഞ്ഞു പോവുകയാണ്, അവിടെ നിന്നവരെല്ലാം പിരിഞ്ഞു പോവുകയാണ്. ആ പിരിഞ്ഞു പോകുന്നവരെ കുറിച്ചാണ് ഉണരാത്ത പത്മതീർത്ഥങ്ങളും പേറി നാം പിരിയുന്നു നിസ്വരായി നിസ്സംഗരായി എന്ന്. അതായത് പത്മതീർത്ഥം എന്നത് നമ്മുടെ മനസ്സാണെന്നും വേണ്ട സമയത്ത് അത് ഉണർന്നില്ലെങ്കിൽ മലിനജലം വഹിക്കുന്ന ജലാശയം മാത്രമാണെന്നും ഉണരുമ്പോൾ മാത്രമാണ് അത് പത്മതീർത്ഥമാകുന്നതെന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഉണരാത്ത പത്മതീർത്ഥം. നിൽക്കുന്നു ഞാൻ പത്മതീർത്ഥക്കുളത്തിന്റെ ഭിത്തിയിൽ കയ്യൂന്നി താടി താങ്ങി, ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. കത്തിജ്വലിക്കാതെ സൂര്യൻ കരിമ്പട്ടു ചുറ്റി പതുങ്ങിയൊളിഞ്ഞു നിൽപ്പൂ. ഇത്തിൽ മരത്തിന്റെ കൊമ്പിൽ ബലിക്കാക്ക വറ്റുകൾ തേടി പറന്നിറങ്ങി. പത്മമില്ല തീർത്ഥ പുണ്യമില്ല ജലം, നിശ്ചലം വശ്യാങ്കിതം ജഡം പോ. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ. മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചിപുത്രന്റെ പിൻപറ്റിയോൻ. താഴെ കുളത്തിനകപ്പടിയിൽ നിൽപ്പാണ് ബോധവീണ കമ്പി പൊട്ടിയോൻ. മന്ദിടം കാൽ വലം കാലേറ്റുവാങ്ങിയൊരു വരരുചിപുത്രന്റെ പിൻപറ്റിയോൻ. ചാരേ ഒരാൾ നിൽപ്പൂ ഏറെ കൃശഗാത്രൻ, ഭീതിയോടെങ്കിലും യാചിപ്പൂ സോദര ഒരു വഴുക്കും പടികൾ കേറി. പെട്ടെന്ന് പൊട്ടിച്ചിരിക്കുന്നു തന്നിലേക്കെറ്റി വീഴ്ത്തുന്നു ബലിഷ്ഠകായൻ. ഇറ്റുനേരം കൊണ്ടു ചേറ്റിലേക്കാഴ്ത്തി തന്നഗ്നപാദത്താൽ ചവിട്ടി നിന്നു. പച്ചജീവൻ കാൽച്ചുവട്ടിൽ പിടയ്ക്കുമ്പോൾ നിഷ്കളങ്കൻ ഭ്രാന്തചിത്തൻ ചിരിക്കുന്നു. പച്ചജീവൻ കാൽച്ചുവട്ടിൽ പിടയ്ക്കുമ്പോൾ നിഷ്കളങ്കൻ ഭ്രാന്തചിത്തൻ ചിരിക്കുന്നു. ചുറ്റുമൊരായിരം കാണികൾ ഞാൻ അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ. തുടിയിലായോടിക്കളിക്കുന്ന പൈതലെ, പടിയിലായി കൺപാർത്തിരിക്കുന്ന പത്നിയെ,
തൊടിയിലായോടിക്കളിക്കുന്ന പൈതലെ, പടിയിലായി കൺപാർത്തിരിക്കുന്ന പത്നിയെ, പാതിയിൽ നിർത്തിയ ജന്മകർമ്മങ്ങളെ പാടെ മറന്നുച്ഛ്വസിക്കാൻ മാത്ര കിട്ടാതെ ചേറിൽ പുതഞ്ഞു പാഴ്ജന്മം പൊലിഞ്ഞുപോയി. കത്തിജ്വലിക്കാതെ സൂര്യൻ കരിമ്പട്ടു ചുറ്റി പതുങ്ങിയൊളിഞ്ഞു നിൽപ്പു. ഇത്തിൽ മരത്തിന്റെ കൊമ്പിൽ ബലിക്കാക്ക വറ്റുകൾ തേടി പറന്നിറങ്ങി. രാജപ്രതാപം മറന്ന മേത്തന്മണി വാതുറന്നൊച്ചയുണ്ടാക്കാതെ പൂട്ടി. ചുറ്റുമൊരായിരം കാണികൾ ഞാനും അങ്ങെത്തി നോക്കുന്നുണ്ടകക്കുളത്തിൽ.